നോമ്പ് തുടങ്ങിയതുകൊണ്ട് തന്നെ ഇനി പുതിയൊരു പാറ്റേണിലേക്ക് നമ്മൾ മാറണം. സാധാരണ ഉണ്ടായിരുന്ന റുട്ടീനൊക്കെ ഒന്ന് മാറും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വെറുതെ മുറ്റത്തേക്ക് ഇറങ്ങി തൈകളൊക്കെ ഒന്ന് നോക്കിട്ടോ. റൂബിക്കൻ്റെ ഒരു കമ്പിൽ നിറയെ പൂക്കളുണ്ട്. റംബുട്ടാനും മരം പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കന്നുകൾ അടുത്തൊക്കെ പോയി ഇവിടെ അപ്പൂസ് ഓരോ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉപ്പ ഉള്ളിയൊക്കെ പൊളിക്കുന്ന എടുത്തിട്ട് ആകെ അകത്തുകൂടെ കയറിയ കേട്ടോ. ഈവനിങ് ആയപ്പോൾ സോണി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സോണി വന്നപ്പോൾ ഫനു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും സിറ്റൗട്ടിലിരിക്കുന്ന സമയത്താണ് പുറത്ത് പോയിട്ട് ചെറിയാപ്പൂ വന്നത്. അവന് നേരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അപ്പൂസ് അങ്ങോട്ട് കയറിയിരുന്നു. കുറേ സമയം അതിലിരുന്നിട്ടാണ് പിന്നെ ഇറങ്ങിയത് കേട്ടോ. ബാങ്ക് കൊടുത്തപ്പോൾ പിന്നെ നോമ്പ് തുറക്കാനുള്ള തയ്യാറെടുപ്പിലായി. ഇക്കാക്ക് ഇതുവഴി ട്രിപ്പ് ഉണ്ടായപ്പോൾ ഇക്കയും വന്നിട്ടുണ്ടായിരുന്നു നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ അല്ലെങ്കിൽ നോമ്പിന് ഭയങ്കര സ്പെഷ്യലൊന്നും ഉണ്ടാവില്ല. ഒരൊറ്റ ദിവസം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു സൽക്കാരം പോലെ ഉണ്ടാക്കും. ബാക്കിയൊക്കെ നോർമലായിട്ടേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇന്ന് പത്തിരിയും പിന്നെ ചിക്കൻ കറിയും ബീഫൊക്കെ ആയിരുന്നു. സ്നാക്സ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഇനി പാത്രം കഴുകലാണ്. ഇപ്പം തന്നെ അതങ്ങോട്ട് കഴുകിയാൽ വൃത്തിയായിട്ട് അവിടെ കിടക്കും. ഇല്ലെങ്കിൽ പിന്നെ ഒന്ന് കിടന്ന് എണീക്കാമെന്ന് വിചാരിച്ചാൽ അത് അങ്ങനെ നീണ്ടു പോകുമെന്ന് വിചാരിച്ചിട്ട് ഉമ്മ നിസ്കരിക്കുന്നൊക്കെ ഒരു ഗ്യാപ്പിൽ ഞാൻ വേഗം വന്നിട്ട് ഇതൊക്കെ വൃത്തിയാക്കിട്ടോ. പിന്നെ എനിക്ക് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. അപ്പൂസിനെ ഉറക്കിയിട്ട് ഞാൻ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരുന്നു. ഇനി ഞാൻ പോയിട്ട് കിടക്കട്ടെ. ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നാളെ വീണ്ടും കാണാം.